ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് അമ്പല ദർശനം ഞങ്ങളൊരു ദിവസം ഞായറാഴ്ച ചിലവഴിച്ച ദിവസം അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി, 2-3 അമ്പലത്തിൽ പോയി. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചന്ദനക്കാവ് അമ്പലമാണ്, റെയിൽവേ കോളനിയിൽ തന്നെയാണ് കേട്ടോ ഈ അമ്പലം. അപ്പോൾ അവിടെ പോയി അധികം തിരക്കൊന്നുമില്ല. പിന്നെ കർക്കിടക മാസമല്ലേ, കർക്കിടക മാസമായിട്ട് അമ്പലങ്ങളിലൊന്നും പോകാനേ പറ്റില്ല. അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് മുത്തുമാരിയമ്മൻ്റെ അമ്പലമാണ്. അതല്ലോ ഓടിച്ചുണ്ടാകുമ്പോൾ അറിയുന്നുണ്ട്. എനിക്കിവിടെ ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസം. അപ്പം ഞങ്ങളിങ്ങനെ തൊഴുതിറങ്ങുമ്പോൾ ഒരു അച്ഛൻ്റെ ഓർഡർ എടുക്കുക പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ 3ാമത് പോയ അമ്പലം വടക്കുംതറക്കാവാണ് കേട്ടോ. അതാണ് വടക്കുംതറ അമ്പലം. ഇവിടെ 4 വർഷത്തിലൊരിക്കലാണ് കേട്ടോ ഉത്സവമുണ്ട്. പക്ഷെ അത് നല്ല ഗംഭീരമായി ആഘോഷിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇങ്ങോട്ടൊക്കെ ഇരിച്ചോട്ടാ. അപ്പം ഞങ്ങളത് അമ്പലത്തിലൊക്കെ പോയി വന്നു. പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, അവിടെ വന്ന് കഴിക്കാം. അവിടെ പുട്ടും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു അമ്മ. അപ്പോൾ പിന്നെ നമ്മളത് കഴിക്കാതിരുന്ന് ശരിയാവില്ലല്ലോ, അങ്ങനെ വേസ്റ്റ് ആവുന്നിട്ട് ഇവിടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്. കുറേ ദിവസമായി അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ കർക്കിടക മാസമായിട്ട് അമ്പലത്തിലേക്ക് പോകാനേ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പം ഇന്ന് എന്തായാലും ഞായറാഴ്ച ഒഴിവ് പോലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ അമ്പലമൊക്കെയാണ് കേട്ടോ. കാരണം ഇത് ഞായറാഴ്ചയല്ലേ, പോരാത്തതിന് കർക്കിടക മാസം. പിന്നെ ഡോറ് ലോക്ക് ചെയ്യണേ, പോരാത്തതിന് അമ്പലം, അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം. കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും കഞ്ഞിയൊക്കെ അല്ലേ. എന്നാൽ ശരി, അതും ഒരു വ്ളോഗായിട്ട് ഇടാം. എന്തായാലും ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഞാനും മമ്മിയും പിള്ളേരും പിന്നെ ഇവിടെ തൊട്ട വീട്ടിലുള്ളവരും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. നല്ല വെയിലാണ് ഇവിടെ. ഹായ് ഹായ് പറയടി. ഇതവരെല്ലാം ഈ പടകളയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോണത്. ഒരു രസമല്ലേ കുട്ടിപ്പടകളയും കൊണ്ട് പോണത്. ദില്ലിപ്പോൾ വരും. അമ്മമ്മ എവിടെ? അക്കുസേ, അക്കു ഹായ് പറ. അക്കു അക്കു അമ്മ റെഡിയായി. ഇനി ഇവിടുത്തെ വീട്ടിലിതാ എൻ്റെ നിർദേവിൻ്റെ അമ്മമ്മ വരുന്നുണ്ട്. അമ്മമ്മ ഇപ്പം വരും. അക്കു അക്കു ഹായ് പറ. ഹായ് പറ. ദില്ലും മുട്ടു റെഡിയായി സുന്ദരിമണികളായി വന്ന് നിൽക്കുക. അക്കൂസ് കണ്ട് ഫുട്ബോൾ കളിക്കുന്ന തിരക്ക. ദീപോയ് ഹായ് പറ. എല്ലാവരും ആൻറ്റീൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും പറയും. ഓക്കെ, വെരി ഗുഡ്. ആരും കിട്ടും. നീ തേങ്ങ നീയൊക്കെ പെട്ടിട്ടുണ്ട്. അതാ JCBയിലേക്ക് പോണു. അവൻ വീഡിയോയിൽ പെടണ്ട പറഞ്ഞിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പക്ഷെ അവനെ തന്നെ ഇതിൽ കാണണം. ഞങ്ങളിത് അമ്പലം എത്താനായിട്ട് അവിടെ ഒക്കെയാണ് പോകുന്നത്. ഇങ്ങനെ നടക്കണം. റെയിൽവേ കോട്ട ഇവിടെയൊക്കെ തന്നെയാണ് ക്വാർട്ടേഴ്സുകൾ, റെയിൽവേ ക്വാർട്ടേഴ്സുകളാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ടാട്ടോ ഞങ്ങൾ ഇരുന്നിരുന്നത്. നമ്മൾ ഔട്ട് സൈഡായി, അച്ഛൻ റിട്ടയർഡായപ്പോൾ പുറത്തായി. ചെറീനെയും ചൊറീനെയൊക്കെ കണ്ട്. വെറുതെ ഒരു ഹായ് പറയടാ. എന്താണ് വലിയ ഗമയാണ് എല്ലാവർക്കും. സായി പറയല്ലേ? ആ ഉണ്ട, സായി പറയും. സായി നല്ല കുട്ടിയാണ്. ഗുഡ് ആൻഡ് സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ബോയ് അല്ലേ? ഇതാണ് കേട്ടോ അയ്യപ്പൻ്റെ അമ്പലം. ഇത് ഗുരുദക്ഷിണ അമ്പലം. 2 അമ്പലം അടുത്ത്. അതെ, റോഡ് നേരെയൊക്കെ ഇരിക്കുന്നു. ഇവിടെയാണ് എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ ഗുരുദക്ഷിണയിൽ. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്, ഇപ്പോൾ കറക്റ്റ് ആക്കിയിരിക്കും.
അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലേ? വേഗം പോയി കുടിക്കാം. കഞ്ഞി കുടിക്കാൻ അധികം തിരക്കൊന്നുമില്ല കേട്ടോ, കാരണം അത്യാവശ്യം ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട്. അപ്പോൾ വേഗം വേഗം എല്ലാവരും കഞ്ഞി കുടിച്ചിങ്ങനെ പോവും. അപ്പോൾ കഞ്ഞിയും പിന്നെ പുഴുക്കുമാണ്, ചെറുപയറും കായൊക്കെ ഇട്ടിട്ടുള്ളൊരു പുഴുക്കും ഒരു അച്ചാറുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അമ്പലത്തെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടേസ്റ്റും അല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ആണെങ്കിൽ പാത്രം നമ്മൾ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ചുടുവെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പ്ലേറ്റും പാത്രമൊക്കെ എടുക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്ന് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് മലമ്പുഴയ്ക്കൊക്കെ പോയിട്ട് കുറേ ആയി പറഞ്ഞൊന്ന് ജസ്റ്റ് കറങ്ങാൻ പോകാമെന്ന് വന്നു. മലമ്പുഴയിൽ നോക്കുമ്പോൾ നല്ല തിരക്ക്, കാരണം കുറേ ദിവസത്തെ മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ വന്നൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അതുകൊണ്ട് ഗാർഡനൊന്നും അത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലവർ ഷോ ഒക്കെ ഞങ്ങൾ ലാസ്റ്റ് വന്നത് ഫ്ലവർ ഷോയുടെ അന്നാണ് കേട്ടോ മലമ്പുഴയ്ക്ക് വന്നത്. ചെടികളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് ഏകദേശം ഇരുട്ടൊക്കെ ആയി കേട്ടോ. പിന്നെ മലമ്പുഴയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല കാണാൻ, വൈകുന്നേരം ഈ സമയം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മലമ്പുഴയിൽ കാണാൻ. ഉണ്ട് അത്യാവശ്യം ആൾക്കാർ ഇപ്പോഴും നന്നായി തിരക്കുണ്ട്. ഈ സമയമായാലും 7 മണി വരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക ആൾക്കാർക്ക്. അത് കഴിഞ്ഞ് മെല്ലെ എല്ലാവരും പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക.
അതേപോലെ പുതിയതായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.